ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാം ച. ശ്രീരൂപം സാഗ്രജാതാൻ സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം. ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത ശ്രീരാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി ശ്രീരാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇന്നത്തെ നമ്മളുടെ ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമ്മള് വേണുഗാനത്തിന്റെ 18ാമത്തെ ശ്ലോകമാണ് ചർച്ച ചെയ്യാനിരിക്കുന്നത്. ഗോപികമാര് ഇതുവരെ വൃന്ദാവനത്തിലെ ഓരോ ജീവജാലങ്ങളും എപ്രകാരമാണ് കൃഷ്ണന്റെ വേണുഗാനത്തിനെ ആസ്വദിക്കുന്നത്, അതിനെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞ പ്രാവശ്യം അവർ നദിയെക്കുറിച്ച് സംസാരിച്ചു. ഇന്ന് പർവ്വതത്തിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ നദി എന്ന് പറയുക കഴിഞ്ഞ ക്ലാസ്സിൽ അവർ യമുനയും ഗംഗയും കുറിച്ചാണ് ചർച്ച ചെയ്തിരുന്നത്. അപ്പൊ യമുനയും ഗംഗയും എങ്ങനെയാണ് ഭഗവാന്റെ വേണുനാദത്തിൽ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ശ്ലോകത്തിൽ അവര് ഗോവർദ്ധന പർവ്വതത്തിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ശ്ലോകം അതിന്റെ ട്രാൻസ്ലേഷനും പർപ്പട്ടും വായിച്ചിട്ട് പിന്നെ മുമ്പോട്ട് പോവാം. ശ്ലോകം 18, 21ാമത്തെ അധ്യായത്തില്. ഹന്തായ മദ്രീതബല ഹരിദാസ വര്യോ യതിരാമകൃഷ്ണ ചരണസ്പർശ പ്രമോദ മാനം തനോതി സഗണയോ തയോ യത് പാനീയസൂയവസ കന്ദര കന്ദമൂലൈ. ഭഗവാന്റെ ട്രാൻസ്ലേഷൻ: എല്ലാ ഭക്തന്മാരിലും വെച്ച് അഗ്രഗണ്യനാണ് ഗോവർദ്ധനഗിരി. അല്ലയോ സുഹൃത്തുക്കളെ, ഈ പർവ്വതം കൃഷ്ണബലരാമന്മാർക്കും അവരുടെ പശുക്കൾക്കും പശുക്കിടാങ്ങൾക്കും ഗോപബാലന്മാർക്കും വേണ്ടതെല്ലാം, കുടിക്കാൻ ജലം, പച്ചപ്പുല്ല്, ഗുഹകൾ, പഴങ്ങൾ, പൂക്കൾ, കിഴങ്ങുകൾ ഇങ്ങനെയുള്ളതെല്ലാം നൽകി സൽക്കരിക്കുന്നു. കൃഷ്ണബലരാമന്മാരുടെ പാദസ്പർശം ഏൽക്കുമ്പോൾ ഗോവർദ്ധനഗിരി ആഹ്ലാദഭരിതരാകുന്നു. എപ്പോഴാണ്? യതിരാമകൃഷ്ണ ചരണസ്പർശ പ്രമോദ. ശ്രീല പ്രഭുപാദരുടെ ചൈതന്യ ചരിതാമൃതത്തിൽ മധ്യയില 18:34 അടുത്താണ് ഈ വിവർത്തനം. കാരണം ഇത് പ്രഭുപാദ് ഭൗതിക ലോകത്തിന് പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് ഇതിന്റെ ഭാവാർത്ഥം എഴുതിയിരിക്കുന്നത്. അവരത് CC എടുത്താണ്. ഗോവർദ്ധന പർവ്വതത്തിന്റെ സമൃദ്ധിയെക്കുറിച്ച് ശ്രീല വിശ്വാസ ചക്രവർത്തി ഠാക്കൂർ ഇപ്രകാരം വിവരിക്കുന്നു:
കൃഷ്ണനും ബലരാമനും കുടിക്കാനും കാലും മുഖം കഴുകാനും ഉപയോഗിക്കുന്ന ഗോവർദ്ധന പർവ്വതത്തിലെ ജലപാതങ്ങളിൽ നിന്നുള്ള സുഗന്ധപൂരിതമായ കുളിർജലത്തെയാണ് പാനീയം എന്ന പദം സൂചിപ്പിക്കുന്നത്. ഗോവർദ്ധനഗിരി തേനും മാമ്പഴച്ചാറും മറ്റു പഴച്ചാറുകളൊക്കെ ഭഗവാൻ കുടിക്കാനായി നിവേദിക്കാറുണ്ട്. അർഘ്യം നൽകുമ്പോൾ ഉപയോഗിക്കാറുള്ള ദുർവാങ്കുത്തെയാണ് സൂയവസ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സുഗന്ധമുള്ളതും മൃദുലമായതും പശുക്കൾ തിന്നാൽ പുഷ്ടി പ്രാപിച്ച് ധാരാളം പാൽ ചുരത്താറുമുള്ളതായ തൃണങ്ങൾ, അതായത് പുല്ലുകൾ ധാരാളമുണ്ട് ഗോവർദ്ധനത്തിൽ. അവയാണ് ഭഗവാന്റെ അതീന്ദ്രിയ കാലിക്കൂട്ടം ഭുജിക്കുന്നത്. കൃഷ്ണനും ബലരാമനും കൂട്ടുകാരുമൊത്ത് ഇരിക്കാനും കിടക്കാനും കളിക്കാനും ഉപയോഗിക്കുന്ന ഗുഹകളെയാണ് കന്ദര എന്ന പദം ചൂണ്ടിക്കാണിക്കുന്നത്. കൊടും ചൂടിലും കൊടും തണുപ്പിലും മഴയിൽ ഈ ഗുഹകൾ സന്തോഷം പ്രദാനം ചെയ്യുന്നു. ഭുജിക്കാൻ മൃദുലമായ കിഴങ്ങുകൾ, മേനി അലങ്കരിക്കാനുള്ള രത്നങ്ങൾ, ഇരിക്കാൻ പരന്ന ഇരിപ്പിടങ്ങൾ, ദീപങ്ങളും കണ്ണാടികളും ഉപയോഗിക്കുന്ന മിനുസമുള്ള കല്ലുകൾ, സ്വച്ഛമായ ജലം, പിന്നെ മറ്റനേകം പ്രകൃതിദത്ത വസ്തുക്കൾ എന്നിവ ഗോവർദ്ധനത്തിൽ ഉണ്ട്. ഹരേ കൃഷ്ണ. വളരെ മനോഹരമായ ഒരു ശ്ലോകമാണിത്. എല്ലാ ശ്ലോകവും മനോഹരമാണ്. എനിക്ക് ഒരുപാട് അറ്റാച്ച്മെന്റ് ഉള്ള ഒരു ശ്ലോകമാണിത്. കാരണം ഞാൻ എൻ്റെ ശിക്ഷാഗുരുക്കന്മാരിൽ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ശിഷ്ടാശ്രമം പ്രഭു ഏകദേശം 10 വർഷം മുമ്പ് ഈ ശ്ലോകം ഇസ്കോൺ നാസിക്കിൽ എടുത്തിരുന്ന എല്ലാ സൺഡേ ഭാഗവത്തിലും ഈ ശ്ലോകം എടുത്ത് അദ്ദേഹം ഏതാണ്ട് 2.5 വർഷം 3 വർഷം എടുത്തിട്ട് ഈ ശ്ലോകം വ്യാഖ്യാനിച്ച് തീർന്നില്ല. വിശ്വസിക്കാൻ കഴിയുമോ? ശ്രീമദ് ഭാഗവത്തിലെ ഈ ശ്ലോകം അദ്ദേഹം 2.5-3 വർഷം എടുത്തിട്ട് പിന്നെ അങ്ങ് നിർത്തുമായിരുന്നു, വ്യാഖ്യാനിച്ച് തീർന്നില്ലായിരുന്നു. ആ ശ്ലോകം എനിക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയും? അദ്ദേഹത്തിന്റെ 2 ശ്ലോകം ഫേമസ് ആണ്. ഒന്ന് നമ്മുടെ ഭഗവത്ഗീതയിലെ 4-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ ശ്ലോകം ജന്മകർമ്മ ചമയ ദിവ്യം. അത് എല്ലാ ബുധനാഴ്ച 56 ബുധനാഴ്ച കണ്ട് അദ്ദേഹം എടുത്തായിരുന്നു. ജന്മകർമ്മ ചമയ വേദ്യം ജന്മകർമ്മ ചമയ വിദ്യം യോ വേദി തത്വ തെക്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സ്വർഗ്യം എന്ന ശ്ലോകം. അപ്പൊ ആ ശ്ലോകം അത്രമാത്രം ഹൃദയസ്പർശ ഒരു ശ്ലോകമാണിത്. ഇതിനകത്തോട്ട് നമുക്ക് മുഴുവനും കടന്നു ചെല്ലാൻ പോലും വിഷമമാണ്. ഈ ശ്ലോകം പറയുന്നത് ഇതുവരെയുള്ള ശ്ലോകത്തിലെ ഗോപികമാരെല്ലാം പറഞ്ഞെങ്കിലും ഈ ശ്ലോകം സ്പെഷ്യലി രാധാറാണിയാണ് പറയുന്നത്. ശ്രീമതി രാധാറാണിയാണ് പറയുന്നത്. അതായത് രാധാമണി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൃഷ്ണഭക്തരിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ്, അതിന് മുകളിൽ ആരുമില്ല. ഏറ്റവും അതായത് രാഗാത്മിക ഭക്തിയുടെ പ്രതീകമാണ് ശ്രീമതി രാധാറാണി. ബാക്കി രാഗാത്മിക ഭക്തി എല്ലാവർക്കും കിട്ടും, ശുദ്ധഭക്തർക്കെല്ലാം കിട്ടും. പക്ഷെ രാഗാത്മിക ഭക്തിയുടെ പ്രതീകമാണ് ശ്രീമതി രാധാറാണി. ഈ രാഗാത്മിക അതിന്റെ രാഗാനുക, അതായത് രാഗാത്മിക, രാഗാനുക, ഈ 3 തരത്തിലുള്ള ഭക്തരെ തിരിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണം. 3 ഡിഫറെന്റ് സ്റ്റേജ് ആണത്. ഇപ്പൊ രാഗം എന്ന് പറയുമ്പം ലവ്, അറ്റാച്ച്മെന്റ്. ഇപ്പൊ ഏതൊരു വ്യക്തി ഭക്തിഭാഗത്തിൽ വന്ന് അവരുടെ അനർത്ഥങ്ങൾ ഇല്ലാതായി കഴിയുമ്പോൾ അവരുടെ മനസ്സും ഹൃദയവും ശരീരവും കൃഷ്ണനിലോട്ട് പോയി കഴിയുമ്പോൾ, അതായത് നിഷ്ഠ, ഭക്തി, രുചി, ആ സ്റ്റേജ് വന്നു. അതായത് അനർത്ഥ നിവൃത്തി കഴിഞ്ഞുള്ള 3-ാമത്തെ സ്റ്റേജ്, 5-ാമത്തെ, 6-ാമത്തെ, 7-ാമത്തെ സ്റ്റേജ് നിഷ്ഠ, ആസക്തി, നിഷ്ഠ, രുചി, ആസക്തി. ആ സ്റ്റേജിൽ വന്നു കഴിയുമ്പോൾ അതിന് നമുക്ക് രാഗം എന്ന് പറയാൻ പറ്റും. കാര്യം കൃഷ്ണനോടായി പിന്നെ എല്ലാം. അത് കഴിഞ്ഞ് രാഗാത്മിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഏറ്റവും അടുത്ത നിത്യ പാർഷദന്മാർക്ക് ഭഗവാനുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണെന്ന് പറയുന്നത്. രാഗാനുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോണ്ടിനിയസ് ലവ്, അത് വൃന്ദാവനത്തിലെ സ്നേഹം. ഈ 3 തരത്തിലാണ് പറയുക. അപ്പൊ അതിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയ രാധിക ആണ് ഗോവർദ്ധന പർവ്വതത്തിനെ കുറിച്ച് പുകഴ്ത്തിക്കൊണ്ട് ഈ ശ്ലോകം പറയുന്നത്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ സൃഷ്ടിയിലെ ഏറ്റവും സമുന്നതയായ കൃഷ്ണഭക്ത ശ്രീമതി രാധാറാണി വേറൊരു കൃഷ്ണഭക്തനെ, അതായത് ഗിരി ഗോവർദ്ധനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു, ഹന്തായ മദ്രിഅബല ഹരിദാസ് വരിയോ. ഹരിദാസ് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭക്തർ, ഹരിയുടെ ദാസൻ, ഹരിയുടെ ഭക്തന്മാർ. വരിയോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠരായത്. അത് നോക്ക്, ഈ ഗോവർദ്ധനത്തെ നോക്ക്, ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. കാര്യം ഗോവർദ്ധനം അവർക്ക് വൃന്ദാവനത്തോണ്ട് കാണാം. ഇന്ന് എനിക്കറിയില്ല കാണാൻ പറ്റുമോ, അതിനെക്കാട്ടി വലിയ ബിൽഡിംഗ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പം ഹന്തായ മദ്രിദ് അബല, അബല എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എന്നാണ്. പിന്നെ അബല എന്താണെന്ന് പറയാൻ കാരണം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പം ഹേ സഹിമാരെ നിങ്ങൾ നോക്കുക, ഈ ഗിരിരാജ് ഗോവർദ്ധൻ നോക്കുക.
അയം എന്ന് പറഞ്ഞാല് ഈ, അന്ദ്ര എന്ന് പറഞ്ഞ പർവ്വതം, ഹന്ത് ആയാം, അതായത് ഹന്ത എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ ഒരു സർപ്രൈസ് ആയിട്ടാണ്. നോക്ക് ഈ പർവ്വതത്തെ നോക്ക്. ഈ പർവ്വതം ആരാണ്? ഹരിദാസ് വര്യ, ഹരിഭക്തന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഏറ്റവും ശ്രേഷ്ഠയായ കൃഷ്ണഭക്ത വേറൊരു ഭക്തനെ കാണിച്ചിട്ട് ഇതാണ് ഹരിദാസ് വരി എന്ന് പറയുമ്പോൾ ആ ഭക്തന്റെ വാല്യൂ എത്രമാത്രം കൂടുന്നു എന്ന് ആലോചിച്ച് നോക്ക്. എങ്ങനെയാണ് ഇതിന് പിന്നെ നമുക്കൊരു ഉപമ പറയാന്ന് പറയും. ഇപ്പൊ നോക്ക്, ഒരു പാട്ട്, ഒരു പയ്യൻ ഒരു സ്റ്റേജിൽ വന്നിട്ട് പാട്ട് പാടുന്നു. സാക്ഷാൽ യേശുദാസ് ആ പാട്ട് കേട്ടിട്ട് ആ പയ്യനെ ചെന്നിട്ട് ആലിംഗനായിട്ട് പറയാണ്, ഇവനാണ് ഏറ്റവും ശ്രേഷ്ഠനായ പാട്ടുകാരൻ. അത് ആ കുട്ടിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ്. കാരണം ഗാനഗന്ധർവനായ യേശുദാസ് ഭൗതിക ലോകത്തില് പറയുന്നു ഇവനാണ് ഏറ്റവും ശ്രേഷ്ഠനായ പാട്ടുകാരൻ എന്ന് പറയുമ്പോൾ അത് ആ കുട്ടിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഉദാഹരണം. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞ്, ഭൗതിക ലോകത്തിൽ വേറെ ഉദാഹരണം നമുക്ക് പറയാനില്ല. ഇവിടെ രാധാറാണിയെയും പിന്നെ ഗിരിരാജ് ഗോവർദ്ധനെയൊക്കെ നമ്മൾ ഉപമിക്കുമ്പം ഇങ്ങനെയുള്ള ഭൗതികമായ വ്യക്തികളോടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നു, വേറെ ഒന്നുമില്ല. അപ്പൊ രാധാറാണി ഗോവർദ്ധന്റെ ഗ്ലോരിഫിക്കേഷനെ കൂട്ടാൻ വേണ്ടിയിട്ട് പറയുന്നു ഇത് ഹരിദാസ് വരിയാണ്. അപ്പൊ അത് എത്ര നല്ല മനോഹരമായ ഗോരിഫിക്കേഷൻ. ഹരിദാസ് വരിയും ഹരിഭക്തന്മാരിൽ ഏറ്റവും വലുത്. അപ്പൊ ഇതായത് ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും മനോഹരമായിട്ട് ശ്രീമതി രാധാറാണി വർണ്ണിക്കുകയാണെങ്കിൽ എന്ത് സേവയായിരിക്കും ഗോവർദ്ധൻ കൃഷ്ണന് കൊടുത്തിരിക്കുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യും. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നോൺ എൻവിയസ് നേച്ചർ, അതായത് പ്യുവർ ഭക്തന്മാർക്ക് ഒരിക്കലും പരസ്പര സ്പർദ്ധയില്ല, അസൂയയില്ല. എന്നേക്കാൾ നല്ലവണ്ണം വേറൊരാൾ കൃഷ്ണ സേവ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടാകുന്നത് ആനന്ദമായിരിക്കും. ആർക്ക്? അവന്റെ ശുദ്ധഭക്തർക്ക്. നമുക്ക് അരക്ഷിതാബോധം ഉണ്ടാകും. അയ്യോ ഇവൻ നല്ലോണം ചെയ്തിനി ഇവന് പേര് കിട്ടി എന്റെ പേര് പോകില്ലോ എന്ന ഭയം വരും. നമുക്കത് ചർച്ച ചെയ്യാം. ഇവിടെ ശ്രീ വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ പറയുന്നത്, ശ്രീമതി രാധാറാണി മറ്റു സഹിമാരോട് പറയുന്നത്, അതായത് ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരുടെ കൃപയില്ലാതെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ പരിപാലിക്കാൻ കഴിയില്ല, ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ കഴിയില്ല. ശ്രദ്ധിക്കുക പറയുന്നത്, ശ്രീമതി രാധാറാണി ഗോപികമാരോട് പറയുന്നു, നമ്മളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സഫലീകരിക്കണമെങ്കിൽ കൃഷ്ണന്റെ ശുദ്ധഭക്തരുടെ കൃപ വേണം, അവരുടെ മേഴ്സി വേണം. അവരുടെ കൃപയിൽ നമുക്കത് കിട്ടില്ല. ഇവിടെ ഭക്തിയിൽ തന്നെയായാലും എപ്പോൾ വരെ നമുക്ക് മറ്റു ഭക്തരുടെ കൃപയില്ല, നമുക്ക് ഭക്തിയിൽ മുന്നോട്ട് തീവ്രമായിട്ട് പോകാൻ കഴിയില്ല. മറ്റുള്ള ഭക്തരുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുമ്പോഴാണ് നമുക്ക് തീവ്രമായിട്ട് ഭക്തിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് വൈഷ്ണവരാധം ചെയ്യരുതെന്ന് പറയുന്നത്. വൈഷ്ണവരാധം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്പീഡിനെ ബാധിക്കും. ഇവിടെ രാധാറാണി പറയുന്ന ആഗ്രഹങ്ങൾ എന്താണ്? അവരുടെ ആഗ്രഹങ്ങൾ എന്താണ്? അവർക്ക് കൃഷ്ണനെ കാണണം, കൃഷ്ണനുമായിട്ട് ഉള്ള ലീലകളിൽ ഏർപ്പെടണം, അതേ ഉള്ളൂ. അതല്ലാതെ അവരുടെ മനസ്സിൽ യാതൊരു ആഗ്രഹങ്ങളും ഇല്ല, ഒരാഗ്രഹങ്ങളും ഇല്ല. അപ്പൊ കൃഷ്ണനെ കാണണം, കൃഷ്ണനോട് കൂടി കൃഷ്ണനോട്ട് ചേർന്നിരുന്ന് കൃഷ്ണലീലകൾ പങ്കെടുക്കണം. ആ ആഗ്രഹം നടക്കണമെന്നുണ്ടെങ്കിൽ ആരുടെ കൃപ വേണം? ഏറ്റവും വലിയ ശുദ്ധ കൃഷ്ണഭക്തരുടെ കൃപ വേണം. ആ ഭക്തരിൽ ഏറ്റവും ഹരിദാസ് വരെ നമ്മുടെ അടുത്ത് നിൽക്കുകയാണ്, ഈ ഗോവർദ്ധനാണ്. അപ്പൊ ആ ഗോവർദ്ധന്റെ കൃപ നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള കൃഷ്ണ സേവ ചെയ്യാനുള്ള, കൃഷ്ണപ്രാപ്തിക്കുള്ള ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ കഴിയും. ഇപ്പൊ രാധാറാണി തന്നെ പറയുന്നതാണ്, ഗർഗമുനിയിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, അതായത് ഹരിഭക്തരുടെ, കൃഷ്ണന്റെ ഭക്തരുടെ മഹിമ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഗോവർദ്ധന പർവ്വതത്തെ ശ്രീമതി രാധാറാണി ഹരിദാസ് വരിയോ എന്നുള്ള പദം കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്, ഹരിദാസ് വരിയോ എന്നുള്ള പദം കൊണ്ട് അഡ്രസ് ചെയ്തിരിക്കുന്നത്. കാരണം ഹരിദാസ് ഭക്തരിൽ ഏറ്റവും മുഖ്യനായിട്ടാണ് ഗോവർദ്ധനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നമുക്ക് അതുകൊണ്ട് രാധാറാണി നമുക്ക് ഇപ്പൊ തന്നെ ഗോവർദ്ധനിൽ പോകാം. അപ്പൊ ഗോവർദ്ധനിൽ എന്താ ഉള്ളത്? അവിടെ ഹരിദേവിന്റെ, അതായത് നാരായണന്റെ ഒരു ക്ഷേത്രമുണ്ട് അവിടെ, ഹരിദേവ്. നമുക്ക് അവിടെ പോയിട്ട് ആദ്യം നമുക്ക് ഗോവർദ്ധനിൽ പോകാം. ഗോവർദ്ധനിട്ട് മാനസഗംഗയിൽ കുളിച്ചിട്ട് അവിടെ പോയി ഗോവർദ്ധനുള്ള ഹരിക്ഷേത്രത്തിൽ, നാരായണന്റെ ക്ഷേത്രത്തിൽ പോയിട്ട് പൂജകർമ്മങ്ങൾ ചെയ്യാം. അതുകൊണ്ടുള്ള പ്രയോജനം എന്താ? മൾട്ടിപർപ്പസ് ആണ്. ഒന്ന്, അവിടെ ഗോവർദ്ധന്റെ താഴ്വരയിൽ കൃഷ്ണൻ മറ്റ് സഹാമാരോടൊത്ത് പലതരം കളിയിൽ ഏർപ്പെട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ഗ്ലാൻസ്, ഒരു ചെറിയ നോട്ടം കൊണ്ടെങ്കിലും കൃഷ്ണനെ കാണാം. കാര്യം കൂട്ടുകാരോടൊത്ത് കളിക്കുമ്പോൾ നമുക്ക് അവിടെ പോകാൻ പറ്റില്ല.
അപ്പൊ നമുക്കൊരു ചെറിയൊരു നോട്ടം കൊണ്ടെങ്കിലും കൃഷ്ണനെ കാണാം. ആദ്യത്തെ ഫൈദ അതാണ്. രണ്ടാമത് ഗോവർദ്ധനുള്ള നാരായണന്റെ ക്ഷേത്രത്തിൽ പോയിട്ട് നമുക്ക് തൊഴാം. മൂന്നാമത് തൊഴാനായിട്ട് കുളിച്ചു തൊഴാനായിട്ട് പോകുന്നതുകൊണ്ട് വീട്ടുകാർ സംശയിക്കത്തില്ല, ഭർത്താക്കന്മാര് അല്ലെങ്കിൽ മാതാപിതാക്കളോ വീട്ടിൽ മുതിർന്നവരോ സംശയിക്കില്ല നമ്മൾ കൃഷ്ണനെ കാണാൻ പോവുകയാണ്. അതാണ് അവരോട് പറയുന്നത്. അപ്പൊ വീട്ടിലെ മുതിർന്നവർക്ക് ഒരു സംശയം വരാതെ കൃഷ്ണനെ കാണാനുള്ള എളുപ്പവഴി എന്തുവാ? ഗോവർദ്ധനിൽ കുളിച്ച് മാനസംഗയിൽ കുളിച്ചിട്ട് നാരായണ വിഗ്രഹമുള്ള ക്ഷേത്രത്തിൽ പോയി തൊഴാം എന്നുള്ള ഒരു ഐഡിയ വെച്ചിട്ടാണ് രാധാറാണി ഇത് പറയുന്നത്. അപ്പം ഈ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ് ഗിരി ഗോവർദ്ധനെ അവർ ഗ്ലോറിഫൈ ചെയ്യുന്നത്. എന്തിനാണ്? അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കണം. അപ്പൊ ഒരാഗ്രഹം ഇവിടെ ഉടനെ സഫലീകരിക്കുക, അതാണ് കൃഷ്ണനെ കാണാൻ പറ്റും, കൃഷ്ണ ലീലയിൽ പങ്കെടുക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ എത്രയധികം സേവ, എന്തുകൊണ്ടാണ് ഗിരി ഗോവർദ്ധൻ ഏറ്റവും വലിയ ശ്രേഷ്ഠനായത്? അത് അത്രയധികം സേവ ചെയ്യുന്നുണ്ട്, ഒരുപാട് സേവ ചെയ്യുന്നുണ്ട്. പിന്നെ അതായത് ഭഗവാന്റെ ശുദ്ധ ഭക്തർ, അതായത് ഒരു ലെവലിലുള്ള ഭക്തര് ആരെങ്കിലും കൂടുതൽ സേവ ചെയ്യുന്ന കാണുമ്പോൾ അവർക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാവും. അതാണ് ഇവിടെ ഗോപികമാർക്ക് സന്തോഷമാണ് ഉണ്ടാകുന്നത്. ഇത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കൃഷ്ണന്റെ പ്രസന്നതയ്ക്ക് വേണ്ടി ഇപ്പൊ ഒരു വ്യക്തി എന്തെങ്കിലും ഒരു സേവ ചെയ്യുന്നു, അത് നല്ല പ്രഭാഷണമാകാം, നല്ല കീർത്തനമാകാം, നല്ല പാചകമാകാം, നല്ല മൃദംഗമാകാം, എന്ത് സേവയാകാം. അത് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? ഫോർ ദി പ്ലഷർ ഓഫ് കൃഷ്ണ, കൃഷ്ണന്റെ സന്തുഷ്ടിക്ക് വേണ്ടിയിട്ട്. അപ്പൊ കൃഷ്ണന്റെ സന്തുഷ്ടിക്ക് വേണ്ടി ഒരാൾ നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ കൃഷ്ണന് നല്ലോണം പ്രസന്നത വരുന്നത് ഉണ്ടാകുന്നല്ലോ എന്നുള്ള ആഹ്ലാദം എൻ്റെ മനസ്സിലുണ്ടാകും. നമ്മൾക്ക് സാധാരണ ഉണ്ടാകുന്ന എന്താണ്? ഇതെങ്ങനെ സംഭവിക്കുന്നു, ഇവൻ ഇത്രയും നല്ലോണം എങ്ങനെ ചെയ്യാൻ പറ്റും, ഇത്ര നല്ല കീർത്തനം എങ്ങനെ ചെയ്യാൻ പറ്റും, ഇത്ര നല്ലോണം എങ്ങനെ പ്രഭാഷണം ചെയ്യാൻ പറ്റും, ഇത്ര നല്ലോണം എങ്ങനെയാണ് മൃദംഗം വായിക്കാനൊക്കെ കഴിയുന്നത്, എന്റെ പേര് പോയല്ലോ, നമുക്ക് ഇങ്ങനെയുള്ള അസൂയാണ് വരുന്നത്. പക്ഷെ ഭഗവാന്റെ ശുദ്ധന്മാർ അങ്ങനെ ഇരിക്കുന്നത്, ഈ വ്യക്തി ഇത്രയും നല്ല കൃഷ്ണസേവ ചെയ്തുകൊണ്ട് കൃഷ്ണ ഈസ് മോർ ഹാപ്പി, ആ ഹാപ്പി ഉണ്ടെന്ന് അറിയുമ്പോൾ കിട്ടുന്ന സന്തോഷം, പ്ലസ് എനിക്കും ഇതുപോലെ ചെയ്യാൻ കഴിയണം. അപ്പൊ അദ്ദേഹത്തിനുള്ളിലുള്ള കഴിവ് എന്താ വെച്ചാൽ ആ കഴിവ് കൂടുതൽ നല്ലോണം കൃഷ്ണസേവയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കും. അത് ശുദ്ധഭക്തരുടെ ലക്ഷണമാണ്. അപ്പൊ നമ്മുടെ ചിന്തകൾ തിരിച്ച് നേരെ മറിച്ചാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ അങ്ങനെയുള്ള ചിന്തകൾ വരാതെ നമുക്ക് ഉള്ളിൽ ഒരു ചെറിയ തരം അസൂയ തോന്നുന്നു. ശുദ്ധഭക്തരില് അവർക്ക് അസൂയ തോന്നാൻ മറിച്ച് സന്തോഷം ഉണ്ടാകുന്നു. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളുടെ ജീവിതത്തിലെ കേന്ദ്ര ബിന്ദു ഞാൻ, എന്റെ സന്തോഷം, എന്റെ അഭിമാനം. ആ ശുദ്ധഭക്തരുടെ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ കേന്ദ്ര ബിന്ദു എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ മാത്രമാണ്. ഞാൻ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോൾ കൃഷ്ണൻ എന്ത് സുഖം കിട്ടുന്നു, കൃഷ്ണൻ എത്ര സന്തോഷം വരുന്നു, ഇതാണ് അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് കൃഷ്ണ സന്തോഷം ഉണ്ടാകുന്നത്. നമ്മൾ പല പ്രാവശ്യം ചർച്ച ഇട്ടാണ്. ഈ ഹരിദാസ് വര്യ, അതായത് ഹരിദാസന്മാരിൽ, ഹരിഭക്തന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠം എന്നുള്ള വാക്ക് 3 പ്രാവശ്യം ശ്രീമദ് ഭാഗവത്തില് 3 വ്യത്യസ്ത ഭക്തന്മാരെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുക. ഹരിദാസ് വര്യ എന്നുള്ള വാക്ക്, അതായത് ഹരിഭക്തന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠം എന്നുള്ളത് ശ്രീമദ് ഭാഗവത്തിൽ 3 ഭക്തന്മാരെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് വരുന്നത് ഒരു ശ്ലോകം എന്ന് പറഞ്ഞാൽ, ഹരിദാസ രാജർഷ രാജസൂയ. അത് രാജസൂയ സമയത്ത് പിന്നെ യുധിഷ്ഠിർ മഹാരാജ് ഗ്ലോറിഫൈ ചെയ്തിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് യുധിഷ്ഠിർ മഹാരാജ് ശ്രേഷ്ഠനായത്? കാരണം യുധിഷ്ഠിർ മഹാരാജ് 3 രസത്തില്, ദാസ്യരസത്തില്, സാഖ്യരസത്തില്, വാത്സല്യ രസത്തില് കൃഷ്ണസേവ ചെയ്യും. ദാസ്യത്തിൽ എങ്ങനെയാണ്? ഭഗവാന്റെ ദാസ്യം എന്നുള്ള ഭാവത്തിൽ ഭഗവാന്റെ ആജ്ഞകളെ അനുസരിച്ചുകൊണ്ട് യുധിഷ്ഠിർ മഹാരാജ് മുന്നോട്ട് പോകുന്നത്. രാജഭരണം നടത്തിയതെല്ലാം ഭഗവാന്റെ ആജ്ഞ അനുസരിച്ചാണ്, ദാസ്യരസത്തിലാണ്. സാഖ്യരസത്തിൽ എന്ന് പറഞ്ഞാൽ ഭഗവാനോടൊപ്പം താമസിക്കുക, ഹസ്തിനാപുരത്ത് വരുമ്പം ഭഗവാനോടൊപ്പം പ്രസാദം ഗ്രഹിക്കുക, ഭഗവാനോടൊപ്പം. അതായത് അർജുനൻ വിരാട രൂപം കണ്ടു കഴിയുമ്പോൾ ഗീതയിൽ പറയുന്ന ഒരു ശ്ലോകം ഉണ്ടല്ലോ, ഒരേ സമയം ഒരേ ആഹാരം, ഒരേ പാത്രത്തിൽ നിന്ന് ആഹാരം കഴിച്ചു, ഒരേ ശയ്യല. ആ ശ്ലോകം ഓർമ്മ വരുന്നില്ല. നമ്മൾ ശയിച്ചു, എന്റെ അറിവില്ലായതുകൊണ്ട് ചെയ്തത് ഞാൻ പൊറുക്കണം. അതേപോലെ യുധിഷ്ഠിരൻ സാഖ്യരസത്തിൽ ഭഗവാനെ സേവ ചെയ്തിട്ടുണ്ട്. വാത്സല്യ രസം എങ്ങനെയാണ്? ഭഗവാൻ എപ്പോ വന്നാലും യുധിഷ്ഠിരമാചാര്യ ദണ്ഡവം ചെയ്യും, നമസ്കരിക്കും. കാരണം പ്രായത്തിൽ മൂത്തതാണ്, അപ്പച്ചിയുടെ മോനാണ്, കസിനാണ്, പ്രായത്തിൽ മൂത്തതാണ്. അപ്പൊ അവിടെ ഭഗവാനെ മനസ്സുകൊണ്ട് ഭഗവാനാണെന്ന് അറിയാമെങ്കിൽ പോലും ഒരു വാത്സല്യ ഭാവം യുധിഷ്ഠിര മഹാരാജാവിടെ ഉള്ളിലുണ്ടാകും. യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാന്റെ ശുദ്ധഭക്തനാണ്,
പക്ഷെ 3 രസത്തിലും ഭഗവത് സേവ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ഈ ഹരിദാസ് രാജർഷെ രാജസൂയ എന്നുള്ള ആ ശ്ലോകത്തില് ഭാഗവത്തില് യുധിഷ്ഠിര മഹാരാജാവിനെ ഹരിദാസ് വര്യനായിട്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് കൃഷ്ണം സംശ്രയൻ രമേ ഹരിദാസോ ബ്രിയോഗസം, ഇത് ഉദ്ധവിനെ പറയുന്നതാണ്. ഉദ്ധവ് ദാസ്യരസത്തിലുമുണ്ട്, സാഖ്യരസത്തിലുമുണ്ട്, വാത്സല്യരസത്തിലുമുണ്ട്, മാധുര്യരസത്തിലുമുണ്ട്. ഇപ്പൊ മാധുര്യരസം വൃന്ദാവനത്തിലെയാണ്, ഉദ്ധവര് ദ്വാരകയിലാണ്. പിന്നെ എങ്ങനെയാണോ വാത്സല്യരസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് നോക്കാം. ഈ 2 രസം, ദാസ്യരസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഏറ്റവും വലിയ ദാസനായിട്ടാണ് യുദ്ധം പെരുമാറുന്നത്. ഭഗവാൻ കഴിച്ചതിന്റെ ഉച്ചിഷ്ടമല്ലാതെ ഉദ്ധവ് വേറെ ഒന്നും കഴിക്കാറില്ല. ഭഗവാൻ ഉടുത്തിട്ട് ഉപേക്ഷിക്കുന്ന വസ്ത്രങ്ങളല്ലാതെ ഉദ്ധവ് വേറെ ഒന്നും ധരിക്കാറില്ല. ഉദ്ധവരെയും കൃഷ്ണൻ കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരുപോലെയാണ് രണ്ടുപേരെ കണ്ടാലിരിക്കുന്നത് പോലും. ആദ്യമായിട്ട് ഉദ്ധവ് വൃന്ദാവനത്തിൽ വന്നപ്പോൾ ഗോപികമാർ തെറ്റിദ്ധരിച്ചു പോയി കൃഷ്ണൻ വന്നെന്ന് പറഞ്ഞിട്ട് നൃത്തം ചെയ്യാൻ തുടങ്ങിയായിരുന്നു. വാത്സല്യരസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും കൃഷ്ണൻ എല്ലാ കാര്യങ്ങൾക്കും ഉപദേശം സ്വീകരിക്കുന്നത് ഉദ്ധവരിൽ നിന്നായിരുന്നു. പലപ്പോഴും എല്ലാത്തിനും അതായത് എന്തെങ്കിലും എവിടെങ്കിലും രാജഭരണത്തിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉള്ളതും എന്തെല്ലാം ഉപദേശങ്ങൾ ഉദ്ധവരിൽ സ്വീകരിക്കുന്നു. ആ സമയത്ത് ഉദ്ധവരുടെ ഉള്ളിൽ ഒരു വാത്സല്യ ഭാവം വരുമായിരുന്നു. ഗോപികമാരെടുക്കൽ, പ്രത്യേകിച്ച് രാധാറാണി എടുക്കൽ സന്ദേശങ്ങൾ കൊടുത്തയക്കുന്നത് ഉദ്ധവർ മുഖേനയായിരുന്നു. കൃഷ്ണന് എന്തെങ്കിലും ഉദ്ദേശം, അതായത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള സീക്രട്ട് ആയിട്ടുള്ള മെസ്സേജുകൾ, അന്നിപ്പോ വാട്സപ്പും ടെലഗ്രാമും ഒന്നുമില്ല, ഉദ്ധവ് ത്രൂ ആയിരുന്നു കൊടുത്തയച്ചിരുന്നത്. അപ്പൊ ആ മാധുര്യ ഭാവത്തിന്റെ ഒരു ഭാഗമാകാനുള്ള ഭാഗ്യം ഉദ്ധവർക്ക് ലഭിച്ചിട്ടുണ്ട്. കൃഷ്ണനും ഗോപികമാരും അല്ലെങ്കിൽ ശ്രീമതി രാധാറാണിയായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അത് ഒരേ ഒരു രസമാണ് മാധുര്യരസം. ആ മാധുര്യരസത്തിന്റെ ഒരു പങ്കാളിയാകാനുള്ള ഭാഗ്യം ഉദ്ധവർക്ക് കിട്ടിയത് കൊണ്ട് ഉദ്ധവരിൽ സാഖ്യരസമുണ്ട്, ദാസ്യരസമുണ്ട്, സാഖ്യരസമുണ്ട്, വാത്സല്യരസമുണ്ട്, മാധുര്യരസമുണ്ട്. അതുകൊണ്ട് ഉദ്ധവരും ഹരിദാസ വരിയിൽ വരും. ഇപ്പൊ യുധിഷ്ഠിര മഹാരാജ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിരുന്നു ഭക്തിയിൽ. ഈ 3 സ്റ്റേജ്, പൂർണ്ണം, പൂർണ്ണതരം, പൂർണ്ണോത്തമം, ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. അതിൽ ഗുഡ്, പൂർണ്ണമായിരുന്നു ആര്? യുധിഷ്ഠിര മഹാരാജാണ്. ബെറ്റർ അതിനെക്കാട്ടി, കാര്യം ഒരു രസം കൂടി. അതേത് രസമാണ് കൂടിയത്? മാധുര്യരസം. അതുകൊണ്ട് പൂർണ്ണതരം, ആ സംസ്കൃതത്തിൽ ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് പറയുന്നതാണ്. അപ്പൊ ബെറ്റർ. ഏറ്റവും ബെസ്റ്റ് ആരായിരുന്നു? അത് ഇന്നത്തെ ശ്ലോകത്തിലെ നമ്മുടെ ഗിരിരാജ് ഗോവർദ്ധൻ. കാരണം ഗിരിരാജ് വർദ്ധൻ 5 രസങ്ങളും, അതായത് ദാസ്യരസം, ശാന്തരസം, ദാസ്യരസം, സാഖ്യരസം, വാത്സല്യരസം, മാധുര്യരസം, 5 രസത്തിലും, അതായത് ഈ 2 പേർക്ക് ഇല്ലാത്ത ഒരു രസം ശാന്തരസമാണ്. ആ ശാന്തരസവും ഗിരിരാജ് ഗോവർദ്ധൻ ഉള്ളതുകൊണ്ട് ഗിരിരാജൻ ഈസ് ദ ടോപ്പ് മോസ്റ്റ്. 5 രസത്തിലും ഭഗവാന്റെ സേവ ചെയ്യും. അതായത് ശാന്തരസത്തിൽ എങ്ങനെ ചെയ്യുന്നത്? ഒരു പർവ്വതത്തില് അത് ശാന്തമായിട്ടിരിക്കുന്നു, യാതൊരു ചലനമില്ല. ശാന്തരസത്തിൽ ഭഗവാന് വേണ്ട മരങ്ങളൊക്കെ ചെയ്യുന്ന സേവ ശാന്തരസത്തിൽ ചെയ്യുന്നു. അത് കഴിഞ്ഞ് സാഖ്യരസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സഖാമാര് കളിക്കാൻ വരുമ്പോഴെല്ലാം അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഗോവർദ്ധനാണ്. അവർക്ക് കുടിക്കാൻ വേണ്ട വെള്ളം കൊടുക്കുന്നു, അവർക്ക് ഉറങ്ങാൻ വേണ്ട ഗുഹകൾ, ആ ഗുഹകളിലൊക്കെ കല്ലുകൾ മെത്തേക്കാൾ മിനുസമാക്കി വെച്ച്, ആ കണ്ണാടിയുടെ ഉപയോഗം പോലും ആ പാറപ്പുറത്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, അത്ര സോഫ്റ്റ് ആക്കി വെച്ചേക്കായിരുന്നു. അതാണ് സാഖ്യരസം. വാത്സല്യരസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് വാത്സല്യരസത്തിൽ കൃഷ്ണനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഗോവർദ്ധൻ പല രീതിയിലും പ്രൊട്ടക്ട് ചെയ്യുമായിരുന്നു. ഈ മഴ സമയത്താണെങ്കിൽ ഗുഹയ്ക്കകത്ത്, ആ ഗുഹയിൽ ചൂട് സമയത്ത് കയറിയ തണുപ്പും, തണുപ്പ് സമയത്ത് കയറിയ ചൂടുമായിരുന്നു. മാധുര്യരസം എന്ന് പറഞ്ഞാൽ ഗോപികമാരും രാധാറാണിയായിട്ടുള്ള എല്ലാ ലീലകളും ഗോവർദ്ധനിലായിരുന്നു നടന്നിരുന്നത്. ആ വാത്സല്യരസത്തിന് ഒരു ഭാഗമായിരുന്നു. അങ്ങനെ 5 രസങ്ങളുടെയും ഒരു ഭാഗമാകാനുള്ള ഭാഗ്യം ഗോവർദ്ധൻ ഉള്ളത് കൊണ്ടാണ് ഗോവർദ്ധൻ രാധാറാണി പറഞ്ഞത് ഹരിദാസ് വരിയോ. അതായത് കൃഷ്ണൻ ഗോവർദ്ധനത്തിൽ പ്രവേശിക്കുമ്പോൾ, കൃഷ്ണന്റെ പാദസ്പർശനം ഏറ്റു കഴിയുമ്പോൾ ഗോവർദ്ധനത്തിന് രോമാഞ്ചം ഉണ്ടാകും. കാരണം സാക്ഷാൽ ഭഗവാന്റെ പാദസ്പർശം തന്റെ ശരീരത്തിലേറ്റു. അപ്പം ആ സമയത്ത് എങ്ങനെ യോജന ഉണ്ടാകുന്നത്?
ഗോവർദ്ധൻ ആദ്യം ഒന്ന് സോഫ്റ്റ് ആകും. സോഫ്റ്റ് ആയിട്ട് ആ ഗോവർദ്ധന കല്ലുകൊണ്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, പാറകളാണ് മൊത്തം. അത് മൊത്തം സോഫ്റ്റ് ആയിട്ട് എപ്രകാരം നമ്മുടെ ചെളിമണ്ണ് എങ്ങനെയാണ് സോഫ്റ്റ് ആകുന്നത് അതുപോലെ സോഫ്റ്റ് ആകും. ആ സോഫ്റ്റ് ആയി കഴിയുമ്പോൾ ഭഗവാന്റെ കാലുകളുടെ പാദങ്ങളുടെ ആ ചിത്രം അതിൽ പതിയും. നമുക്കറിയാം ഭഗവാന്റെ പാദങ്ങളിൽ ഏതാണ്ട് 19 അടയാളങ്ങളുള്ളത്. ലെഫ്റ്റില് 8ഉം റൈറ്റിൽ 11. റൈറ്റില് ഒരുപാടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് നോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ പിന്നെ അതായത് 8 പോയിന്റുള്ള നക്ഷത്രം, സ്വസ്തിയുണ്ട്, ചക്രമുണ്ട്, പതാകയുണ്ട്, താമരയുണ്ട് റൈറ്റില്. ലെഫ്റ്റിൽ വന്നിട്ട് ഹാഫ് മൂൺ ഉണ്ട്, ഒരു വാട്ടർ പോട്ട് ഉണ്ട്, വില്ലുണ്ട്, മത്സ്യമുണ്ട്, ശംഖുണ്ട്. അങ്ങനെ ഈ 19 അടയാളങ്ങളും 8 പിന്നെ ലെഫ്റ്റിലെയും 9 റൈറ്റിലെയും ഗോവർദ്ധനിൽ പതിയും. അത് കാണുമ്പോഴും ആ സ്പർശനം കേൾക്കുമ്പോഴാണ് ഗോവർദ്ധൻ രോമാഞ്ചം ഉണ്ടാകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏത് സമയത്ത് കൃഷ്ണ ബൽറാം ഗോവർദ്ധനിൽ വരുന്നോ ആ സ്പർശം ഏൽക്കുമോ, അതായത് ഗോവർദ്ധൻ കണ്ണുനീർ പൊഴിക്കും സന്തോഷം കൊണ്ട്. കണ്ണുനീർ എങ്ങനെ പൊഴിക്കുന്നത്? ഗോവർദ്ധൻ നമ്മുടെ കൂട്ട് ഒരു ആടിന്റെ രൂപമോ അല്ലെ നമ്മൾ ആറടിപ്പൊക്കെയുള്ള മനുഷ്യരല്ല. ഗോവർദ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു പർവ്വതം, സഹ്യപർവ്വതത്തിനെക്കാട്ടി വലിയ പർവ്വതമായിരുന്നു. ഇപ്പോഴത്തെ ചെറുതായത്. ഗോവർദ്ധന്റെ കണ്ണുനീർ എന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടങ്ങളുടെ രൂപത്തിലായിരുന്നു. ഇത് വിശ്വാസ് ചക്രവർത്തി ഠാക്കൂറിന്റെ ടിക്കയിൽ നിർത്താണ് ഞാൻ. വെള്ളച്ചാട്ടത്തിന്റെ രൂപത്തില് ഏത് സമയത്ത് ഗോവർദ്ധന പർവ്വതത്തിൽ ഭഗവാൻ തന്റെ പാദസ്പർശം ഏൽപ്പിക്കുന്നു ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഗോവർദ്ധൻ കരയുമായിരുന്നു വെള്ളച്ചാട്ടത്തിന്റെ രൂപത്തില്. അപ്പോ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവർദ്ധന്റെ കൃഷ്ണന്റെ ദൃശ്യമാത്രയിലാണ് സ്പർശനത്തെ പിന്നെ ദൃശ്യം കൊണ്ടും സ്പർശനം കൊണ്ടും ഉണ്ടാകുന്ന ആനന്ദത്തിന്റെ അടയാളങ്ങളാണ്. അത് എങ്ങനെയാണ് കൃഷ്ണനെ കാണുമ്പോൾ കൃഷ്ണന്റെ സ്പർശനം ഏൽക്കുമ്പോൾ ഗോവർദ്ധൻ അതിനെ റെസിപ്രോക്കറ്റ് എന്നുള്ളതാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഗോപികർ പറയുന്നത് യഥ രാമകൃഷ്ണ ചരണ സ്പർശ പ്രമോദ, അതായത് കൃഷ്ണനോട് അവരുടെ ഇവിടെ ബൽറാമൻ കൊണ്ടുവന്നിട്ടുണ്ട്. യഥ രാമകൃഷ്ണ ചരണ സ്പർശ പ്രമോദ, അത് രാമകൃഷ്ണന്മാരുടെ സ്പർശനമേൽക്കുമ്പോൾ ഗോവർദ്ധന് പ്രമോദ ആനന്ദം ഉണ്ടാവും. കൃഷ്ണനുമായിട്ട് ഇതുവരെ അവര് ഈ ഇത്രയും ശ്ലോകത്തിൽ കൃഷ്ണനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പറഞ്ഞതെല്ലാം രാമനെ കുറിച്ച് പറഞ്ഞില്ല, കൃഷ്ണനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതിനകത്ത് ബൽറാമിനെ ആഡ് ചെയ്ത് അവർക്ക് ഒരു നാണം വന്നു. അതായത് കൃഷ്ണനെ കുറിച്ച് പറഞ്ഞു ആരെങ്കിലും കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട, അതിനു വേണ്ടിയിട്ട് ഇത് വിശ്വാസ് ചക്രവർത്തി ഠാക്കൂർ പറയുന്നതാണ്. ബൽറാമിനെ കൂടെ അതിനകത്ത് ചേർത്തു. അപ്പൊ കൃഷ്ണ ബൽറാം എന്ന് പറയുമ്പോൾ ആർക്കൊരു സംശയം വരില്ല അതിനു വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പറഞ്ഞു ഹന്തായ മദ്രിദ് അബല. അബല എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ത്രീകളെയാണ്. സ്ത്രീകളെ പ്രഭുപാദ് പറഞ്ഞ അർത്ഥം പറയുന്നത് സ്ത്രീകളെയാണ്. ഓക്കെ, സ്ത്രീകളെയാണ്. അങ്ങനെയാണെങ്കിൽ അബല എന്നുള്ള വാക്യത്തിലാണ് യൂസ് ചെയ്തത്. സ്ത്രീകൾ എന്ന് പറയാൻ വേറെ ഒരുപാട് പര്യായങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ശുഗോസ്വാമി അല്ലെങ്കിൽ ശ്രീമതി രാധാറാണി അബല എന്ന് സഖിമാരെ വിളിച്ചത്? അതിന് വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ പറയുന്നത്, നിങ്ങളൊക്കെ, അതായത് രാധാറാണി ബാക്കി സഖിമാർ, നിങ്ങളൊക്കെ നിങ്ങളുടെ ഭർത്താവിന്റെ കൺട്രോളിലാണ്, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ കൺട്രോളിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള ധൈര്യമില്ല, നിങ്ങൾ അബലകളാണ്. അപ്പം ഇതൊക്കെ എന്തെങ്കിലും സ്വതന്ത്രമായിട്ട് ചെയ്യാൻ കഴിവില്ലാത്തത് കൊണ്ട് നിങ്ങൾ അബലകളാണ്. എന്നാൽ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്? നിങ്ങൾക്ക് ഗോവർദ്ധന്റെ അഭയം പ്രാപിക്കാം. ഗോവർദ്ധൻ ഭഗവാന്റെ ശുദ്ധഭക്തനാണ്. അങ്ങനെ ഗോവർദ്ധന്റെ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം ഗോവർദ്ധൻ നടത്തിത്തരും. പിന്നെ പറയുന്നത് എന്താണ്? പാനീയ സൂയവസ്യ കന്തമൂലെ. പാനീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലം, ജ്യൂസുകൾ എങ്ങനെ കൊടുക്കുന്ന? മിക്സിയിൽ അടിച്ച് ഗോവർദ്ധൻ കൊടുക്കത്തില്ല. പഴങ്ങൾ, അതേപോലെ ജ്യൂസി ആയിട്ടുള്ള പഴങ്ങൾ കൃഷ്ണ ബലരാമന്മാർക്കും സഹമാർക്കും വേണ്ടിയിട്ട് ഗോവർദ്ധൻ പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. ഈ ജലം എന്ന് പറഞ്ഞാല് ഒരു ശുദ്ധജലമാണ്. മുഖങ്ങൾ കഴുകാനും എല്ലാം ഇവരിത് ഉപയോഗിക്കുമായിരുന്നു. അത് സുഗന്ധപൂരിതമാണ്. സുഗന്ധം എവിടുന്ന വരുന്നത്? ആ ജലാശയമുള്ള താമരപ്പൂക്കളിൽ നിന്നുമുള്ള സുഗന്ധം പേറുന്ന ആ ജലത്തിലായിരുന്നു കൃഷ്ണ ബലരാമന്മാർ കൈകാലുകൾ കഴിയുന്നു, മുഖം കഴിയുന്നു, കുടിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത്
ഭഗവാന് നൈവേദ്യം സമർപ്പിക്കുന്നത് ഗോവർദ്ധൻ എന്താന്ന് ഒന്ന് തേൻ, ഇഷ്ടംപോലെ തേനുകൾ ഉണ്ടായിരുന്നു അവിടെ. ആ തേൻ, പഴങ്ങള്, കന്തമൂല ഇതെല്ലാം ഭഗവാന് നൈവേദ്യം സമർപ്പിക്കാൻ വേണ്ടി ഏത് സമയത്ത് ഭഗവാൻ ഗോവർദ്ധനിൽ വരുന്നോ ആ സമയത്ത് ഗോവർദ്ധൻ റെഡിയാണ് എന്തിനു വേണ്ടിയിട്ട്? ഈ നൈവേദ്യങ്ങളെല്ലാം ഭഗവാന് സമർപ്പിക്കാൻ വേണ്ടി. അത് തേനായിട്ടും പഴങ്ങളായിട്ടും കന്തമൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ അങ്ങനെയായിട്ട്. കന്തര എന്ന് പറഞ്ഞാൽ ഗുഹകള്, കന്തമൂലം എന്ന് പറഞ്ഞാൽ ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ. അപ്പൊ ഈ ഗുഹകളുടെ പ്രത്യേകത എന്താണ്? ഗുഹ എയർ കണ്ടീഷൻഡ് ആണ്. തണുപ്പ് സമയത്ത് അതിന് ചൂടും, ചൂട് സമയത്ത് തണുപ്പും കിട്ടും. അപ്പൊ ഇതെല്ലാം അതിനകത്ത് സീറ്റുകളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. സൈഡിലെ പാറകളൊക്കെ തിളക്കമുള്ളതാണ്. മുഖം കാണാം. അത് രത്നങ്ങളും വൈദൂര്യങ്ങളും ഇതൊക്കെ ഉള്ളതായിരുന്നു ആ ഗുഹകളെല്ലാം. അതെല്ലാം കൃഷ്ണന്റെ സന്തോഷത്തിന് വേണ്ടിയാണ്. ഈ ഹരിദാസ് എന്ന ഉച്ചാരണത്തിന് ജീവഗോസ്വാമി വേറെ അർത്ഥം കൂടി പറയുന്നു. ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ എന്തുകൊണ്ട് ഹരി എന്ന് വിളിക്കുന്നത്? ഹരിക്കുന്നവൻ, ഇല്ലാതാക്കുന്നവൻ. എന്താണ്? ഭക്തന്മാരുടെ ദുഃഖം, ഭക്തന്മാരുടെ പാപം ഇതെല്ലാം ആരില്ലാതാക്കുന്നു? അവനെയാണ് ഹരി എന്ന് വിളിക്കുന്നത്. അപ്പം ഗോപികമാര് പറയുന്നത് ഒരു ടോണ്ട് ചെയ്യുവാണ് കൃഷ്ണനെ. അതായത് നീ ഹരിയാണ്, ഹരിക്കുന്നവനാണ്, ഇല്ലാതാക്കുന്നവനാണ്, നിന്റെ ഭക്തരുടെ ദുഃഖം ഇല്ലാതാക്കുന്നതാണ്. ഞങ്ങൾ നിന്റെ ഭക്തരല്ലേ, എന്തുകൊണ്ട് ഞങ്ങളുടെ ദുഃഖം ഇല്ലാതാക്കുന്നു? അത് കൃഷ്ണൻ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങ് ഹരിയാണ്, അങ്ങ് എല്ലാ ഭക്തരുടെയും ദുഃഖങ്ങൾ ഇല്ലാതാക്കുന്നവനാണ്, ഞങ്ങൾ അബലകളാണ്, ഞങ്ങളുടെ ദുഃഖം എന്തുകൊണ്ട് അങ്ങ് ഹരിക്കുന്നില്ല എന്ന്, ഇല്ലാതാക്കുന്നില്ല എന്ന് ഭഗവാനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഹരി എന്നുള്ള അഭിസംബോധന ചെയ്യുന്നത്. അതായത് ഭക്തരുടെ ഹൃദയം അപകരിക്കുക. അത് അങ്ങനെ ഒരു ഹരി എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥമുണ്ട്. അതായത് ഭക്തര് ഭഗവാനെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയും, യു ആർ ദി മോസ്റ്റ് ബിഗ്ഗസ്റ്റ് തീഫ്, ഏറ്റവും വലിയ കള്ളനാണെന്ന് പറയും. അപ്പൊ കൃഷ്ണൻ ചോദിക്കും, ഞാനെന്ത് മോഷ്ടിച്ചു? ഞങ്ങളുടെയൊക്കെ ഹൃദയം മോഷ്ടിച്ചു. അപ്പൊ ഭക്തരുടെ ദുഃഖം ഇല്ലാതാക്കുന്നവൻ ഹരി, ഭക്തന്റെ പാപങ്ങൾ ഇല്ലാതാക്കുന്നവൻ ഹരി, ഭക്തവന്റെ ഹൃദയം ഹരിക്കുന്നവൻ, മോഷ്ടിക്കുന്നവൻ ആര്? ഹരി. അപ്പൊ ഇവിടെ ഹരി എന്ന് വിളിച്ചത് കൊണ്ട് ഗോപികമാർ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഓർമ്മിപ്പിക്കുകയാണ്, അങ്ങ് ഭക്തരുടെ ദുഃഖം ഇല്ലാതാക്കുന്നവനാണ്, പക്ഷെ ഞങ്ങളുടെ ദുഃഖം ഇതുവരെ ഇല്ലാതാക്കിയിട്ടില്ല. ഞങ്ങളുടെ ദുഃഖം എന്തുവാണ്? സ്വതന്ത്രമായിട്ട് അങ്ങുവായകരുടെ സേവ ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം കിട്ടുന്നത്. അത് ഒറ്റ ദുഃഖമുണ്ട് ഗോപികമാർക്ക്. അവരുടെ കൈകളിൽ വിലങ്ങ് വെച്ചിരിക്കുകയാണ്. ഭർത്താക്കന്മാരും മാതാപിതാക്കന്മാരും അമ്മയപ്പന്മാർ, അമ്മായിയമ്മമാർ, അല്ലെങ്കിൽ വീട്ടിലുള്ളവർ, മുതിർന്നവരൊക്കെ അവർക്ക് ഒരു അതിർവരമ്പ് സൃഷ്ടിച്ചിട്ട് എന്റെ അടുക്കൽ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല, ഗോവർദ്ധനി പോകാൻ പാടില്ല, വാനത്തിൽ പോകാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പല റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യമായിട്ട് പരിപൂർണ സംതൃപ്തിയോടും പരിപൂർണ സറണ്ടറിങ്, എന്താണ് സറണ്ടർ പറഞ്ഞാൽ ആത്മസമർപ്പണത്തോടു കൂടി കൃഷ്ണനെ സേവ ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല. ആ ഒരു ദുഃഖം ഞങ്ങൾ ഇതുവരെ ഹരിച്ചിട്ടില്ല. രണ്ടാമത് അവർ പറയുന്ന ഹരി എന്നുള്ള വാക്കുകൊണ്ട് എന്താ പറയുന്നത്? ഞങ്ങൾ ഇവിടെ ജീവച്ഛവമായിട്ട് ജീവിക്കുകയാണ്, ഞങ്ങൾക്ക് ജീവനില്ല. കാരണം എന്താ? ഞങ്ങളുടെ ഹൃദയം അങ്ങ് ഹരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. ഹൃദയമില്ലാത്തവന് ഇവിടുന്നാണ് ജീവൻ വരുന്നത്. ഹൃദയമില്ലെങ്കിൽ ജീവച്ഛവം എന്ന് നമ്മൾ പറയത്തില്ലേ, ആ അവസ്ഥയാണ് ഞങ്ങളുടേത്. അപ്പൊ കൃഷ്ണനെ അവർ ഓർപ്പിക്കണം അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്. ഒന്ന്, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നില്ല, ഞങ്ങളുടെ ദുഃഖത്തെ അങ്ങ് ഹരിച്ചിട്ടില്ല, ഞങ്ങൾ ഇവിടെ ജീവച്ഛവമാണ്, ഞങ്ങളുടെ ഹൃദയമില്ല, അത് അങ്ങ് കൊണ്ടുപോയിരിക്കുകയാണ്. ആ ഹൃദയം ഇനി ആർക്കും കൊടുക്കാൻ കഴിയില്ല, അത് അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആഗ്രഹം സഫലീകരിച്ചു തരണം. ഈ പ്രാർത്ഥന ഗോപികമാര് രാധാറാണിയുടെ നേതൃത്വത്തിൽ ഗിരിരാജ് ഗോവർദ്ധന്റെ മുന്നിൽ വെക്കുകയാണ്. ശ്രീമതി രാധാറാണി പറയുന്നത്, ഹേ അബലകളെ, ഭർത്തക്കന്മാരെ ഭയന്ന് കൃഷ്ണനെ നേരിട്ട് സേവിക്കാൻ കഴിയാത്ത അബലകളായ സ്ത്രീകളെ, ഈ ഗോവർദ്ധനെ നോക്ക്. ഈ ഗോവർദ്ധൻ കൃഷ്ണ ബലരാമന്മാരെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ സഹമാരെ മാത്രമല്ല, പശുക്കളെയും പശുക്കിടാങ്ങളെയും വരെ വളരെ 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 ആത്മാർത്ഥതയോടുകൂടി സേവിക്കുന്നു. അതുകൊണ്ടാണ് ഹരിഭക്തരിൽ ഈ ഗോവർദ്ധൻ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഗോവർദ്ധൻ ഭക്തന്മാരിൽ ഏറ്റവും ഭാഗ്യവനായിരിക്കുന്നത്. ഈ ഗോവർദ്ധന പർവ്വതം ആയി തുലനം ചെയ്യുമ്പോൾ നമ്മൾ എത്ര നിർഭാഗ്യവതികളാണ്. ഗോവർദ്ധന് കൃഷ്ണന്റെ സേവ ചെയ്യാൻ കഴിയുന്നു, കൃഷ്ണ ബലരാമന്മാരുടെ സേവ ചെയ്യാൻ കഴിയുന്നു, സഖാക്കളുടെ സേവ ചെയ്യാൻ കഴിയുന്നു.
പശുക്കളുടെയും പശുക്കിടാങ്ങളുടെയും സേവ ചെയ്യാൻ കഴിയുന്നു. അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കാൻ കഴിയുന്നു. അത് ചെയ്യുമ്പോൾ കൃഷ്ണൻ പ്രസന്നനാകുന്നു. പക്ഷെ നമ്മളുടെ അവസ്ഥ നോക്കിക്കേ, നമുക്കൊന്നും കൃഷി കൊടുക്കാൻ കഴിയുന്നില്ല. അവയൊരു ഭാഗ്യവാൻ ആരാണ്? ഗിരിരാജ് ഗോവർദ്ധൻ. ആ ഗോവർദ്ധനുമായിട്ട് തുലനം ചെയ്യുമ്പോൾ നമ്മൾ എത്ര നിർഭാഗ്യവതികളാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൃഷ്ണനെ സേവ ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങൾ അമരകോശം എന്ന് കേട്ടാണ്. അമരകോശം എന്ന് പറഞ്ഞാൽ സംസ്കൃത നിഘണ്ടുവാണ്. സംസ്കൃത നിഘണ്ടുവിൽ രാമ എന്ന വാക്കിന് 3 വേറെ അർത്ഥം പറയുന്നുണ്ട്. 1 ബ്ലൂ നീല, 2 ബ്യൂട്ടിഫുൾ, 3 വൈറ്റ്. അപ്പൊ ആ അർത്ഥം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും, അതായത് യതിരാമ ചരണ സ്പർശ പ്രമോദക, അത് ഏത് സമയത്ത് കൃഷ്ണ ബലരാമിന്റെ പാദസ്പർശനമേറ്റപ്പോൾ ഗിരിരാജ് ഗോവർദ്ധന് പുളകമുണ്ടായി, പ്രസന്നതയുണ്ടായി, സന്തോഷമുണ്ടായി എന്നുള്ളത് ഏറ്റവും സുന്ദരനായ കൃഷ്ണന്റെ എന്നും കൂടി ഒരർത്ഥത്തിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. കാരണം അമരകോശത്തിൽ രാമ എന്നുള്ള വാക്കിന് ഈ 3 അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ശ്രീമതി രാധാറാണിയുടെ ഉള്ളിലുള്ളത് ക്ലിയർ ആയിട്ട് ആചാര്യന്മാര് പറഞ്ഞിരിക്കുന്ന ഇതാണ്. രാമകൃഷ്ണ ബലരാമകൃഷ്ണന്മാരാണ്. കാരണം കൃഷ്ണൻ മാത്രമായിട്ട് പറയുമ്പോൾ ആർക്കും കേൾക്കുന്നവർക്ക് സംശയം തോന്നരുത്. അത് രാമനെ കൂടെ കൂട്ടിപ്പിടിച്ച് രാമകൃഷ്ണ, രാമൻ എന്ന് പറയുമ്പോൾ ബലരാം. എന്നാൽ ചില ആചാര്യന്മാർ ഇതും പറയുന്നു, പ്രത്യേകിച്ച് ജീവഗോസ്വാമി പറയുന്നു, ഇങ്ങനെ ഒരു അർത്ഥം നമുക്ക് പറയാം. അതായത് ഏറ്റവും സുന്ദരനായ നീല നിറമുള്ള അല്ലെങ്കിൽ വെളുത്ത നിറം, കൃഷ്ണന്റെ നിറമുണ്ട്, ആ കൃഷ്ണന്റെ സ്പർശനമേൽക്കുമ്പോൾ ഗോവർദ്ധന പുളകമുണ്ടാകുന്നു, രോമാഞ്ചമുണ്ടാകുന്നു. അപ്പൊ ഈ അർത്ഥം എടുത്താല് തയോ എന്നാൽ കൃഷ്ണന്റെ 2 പാദങ്ങൾ. തയോ എന്ന വാക്കിന് 2 പാദങ്ങളെയും കൂടെ ചേർത്തിട്ടാണ് പറഞ്ഞത്. അതായത് മാനം തനൂതി സഹഗണോയോ തയോ യത് പാനീയ സൂയവസ് കന്ദര കന്തമൂല്യ. അപ്പൊ തയോ എന്ന അർത്ഥം എടുക്കുമ്പോൾ 2 പാദങ്ങൾ എന്നർത്ഥം. ആ അർത്ഥം എടുത്തു കഴിഞ്ഞാൽ ഗോവർദ്ധൻ ഭഗവാന്റെ പാദങ്ങൾക്ക് കാലാവസ്ഥ അനുസരിച്ച് ചൂടും തണുപ്പും ഗോവർദ്ധൻ പ്രദാനം ചെയ്യുന്നു. അതായത് ഗോവർദ്ധനിലുള്ള പാറകളായാലും ആ സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണുകളായാലും ചൂട് സമയത്ത് തണുപ്പ് പ്രദാനം ചെയ്യുന്നു കൃഷ്ണന്റെ പാതാരവിന്ദങ്ങൾക്ക്. തണുപ്പ് സമയമാണെങ്കിൽ ഇളം ചൂടും പ്രദാനം ചെയ്യും. ഈ ശ്ലോകം വർണ്ണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് എത്ര ദിവസം, ഞാൻ പറഞ്ഞില്ല 2-3 വർഷം കൊണ്ട് പറഞ്ഞിട്ട് തീരാത്തതാണ്. പക്ഷെ ഞാൻ അതിന്റെ നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുത്തുള്ളൂ. നമ്മൾ എന്താണ് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദു കൃഷ്ണനായിരിക്കണം. എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് കൃഷ്ണന്റെ പ്രസന്നതയ്ക്ക് വേണ്ടിയാണ്. എവിടെയോ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കേട്ടതാണ്, ഉള്ളിലുള്ള കാര്യങ്ങൾ പരമാത്മാവ് അറിയും, വെളിയിലുള്ളത് CCTV അറിയുന്നു. CCTVയുടെ ഇവിടെ എഴുതി വെച്ചില്ലയോ, ഇവിടെ CCTV വെച്ചിട്ടുണ്ട് സൂക്ഷിക്കണം. അതിന് അവിടെ എഴുതി വെച്ചത് ഇങ്ങനെയായിരുന്നു, നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പരമാത്മാവ് അറിയും, വെളിയിലുള്ള CCTV അറിയും. പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ ആരോടെങ്കിലും അസൂയഭാവത്തിലോ ഈർഷ്യഭാവത്തിലോ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ടെലഗ്രാം മെസ്സേജ് ആയിട്ട് കൃഷ്ണന്റെ കിടക്കിൽ അപ്പം ചെല്ലും. കാര്യം പരമാത്മ രൂപത്തിൽ ഉള്ളിലിരിപ്പുണ്ട്. അപ്പൊ നമ്മുടെ ചിന്തകള്, നമ്മളുടെ പ്രവൃത്തികള്, നമ്മുടെ വാക്കുകള് കൃഷ്ണന് സന്തോഷം പകരുന്നതാണോ എന്നുള്ളത് ആലോചിച്ചിട്ട് വേണം നമ്മൾ ചിന്തിക്കേണ്ടതും പറയേണ്ടതും. നമ്മളുടെ ചിന്തകളിൽ വരുന്നതും സംസാരത്തിൽ വരുന്നതും പ്രവൃത്തിയിൽ വരുന്നതും. ഇത് 3 മനസ്സാ വാച കർമ്മണ കൃഷ്ണന്റെ പ്രസന്നതയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഇവിടെ നോക്ക്, ഈ ഗോപികന്മാര് ഇത് പറയുമ്പോഴും അവരുടെ ഉള്ളിൽ സന്തോഷമാണ്. അത്രയും സേവ ഗോവർദ്ധൻ ചെയ്യാൻ കഴിഞ്ഞുണ്ട്. ഗോവർദ്ധനെ വെറും പർവ്വതം എന്നല്ല വിളിക്കുന്നത്, ഹരിദാസ് വരും. അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട. നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠനായ കൃഷ്ണഭക്ത എന്നാ വിളിക്കുന്നത്. അല്ലെ വെറും ഈ ഗോവർദ്ധന പർവ്വതത്തെ നോക്കുന്നല്ല അവർ പറയുന്നത്, ഏറ്റവും ശ്രേഷ്ഠനായ ഹരിഭക്തനെ നോക്കാനാണ് പറയുന്നത്. അപ്പൊ ബഹുമാന പുരുഷനാണ് പറയുന്നത്. എന്തുകൊണ്ട് അവരുടെ ഉള്ളിൽ ബഹുമാനം വന്നത്? കാരണം അവർ ആ പർവ്വതം കൃഷ്ണന് വേണ്ടി എല്ലാ സേവയും ചെയ്യുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും സേവ ചെയ്യുന്നുണ്ട് കാണുമ്പോൾ നമുക്ക് ആ വ്യക്തിയോടൊരു ബഹുമാനം വേണം, ഒരു പ്രിയം വരണം, സന്തോഷം വരണം, സ്നേഹം വരണം. നമ്മൾ അടുത്തും തോളെ തട്ടിട്ട് പറയണം, എന്ത് നല്ല സേവയാണ് മാതാജി ചെയ്യുന്നത്, എന്ത് നല്ല സേവയാണ് ചെന്നപ്രഭുജി, ഇതുപോലെ ചെയ്യാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് പറയേണ്ടത്. അല്ലാതെ അവര് അങ്ങനെ ചെയ്യുമ്പോൾ തിരിഞ്ഞോട്ട് പോരുത്, അങ്ങനെ പോരുത്. കാരണം അതെല്ലാം കൃഷ്ണന്റെ ബുക്കിൽ എഴുതി വെക്കും.
നമ്മളുടെ ഭക്തിയിൽ നമ്മൾ മുമ്പോട്ട് പോകാൻ ഇതൊക്കെയാണ് ബുദ്ധിമുട്ട് വരുന്നത്. ചിലർ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ജപിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ, ജപിക്കാൻ ഒരു ഹരിനാം രുചിയില്ല, നാമരുചിയില്ല, സേവ ചെയ്യാൻ തോന്നില്ല. കാരണം ഇതാണ്, ബാക്കിയുള്ള ഭക്തന്മാരോട് മനസ്സിൽ അസൂയ തോന്നിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ മുമ്പോട്ട് പോകാൻ കൃഷ്ണൻ സമ്മതിക്കത്തില്ല. അപ്പൊ ഈ ശ്ലോകത്തിൽ നമുക്ക് പഠിക്കാനുള്ള 2-3 കാര്യങ്ങൾ. ഒന്ന് ഇതാണ്, ബാക്കിയുള്ള ഭക്തരെ എപ്രകാരം ഗോപികന്മാരെ പ്രത്യേകിച്ച് ശ്രീമതി രാധാറാണി ഗ്ലോരിഫൈ ചെയ്യുന്നു, അതേപോലെ ബാക്കിയുള്ള ഭക്തരുടെ നല്ല പ്രവൃത്തി നമ്മൾ ഗ്ലോരിഫൈ ചെയ്യണം. പിന്നെ ബാക്കി തെറ്റ് പ്രവൃത്തിയാണ് നമ്മൾ കാണാൻ പാടില്ല. നമുക്ക് ഒരു വ്യക്തിയെ, ഒരു ഭക്തരെ എങ്ങനെ സെലക്ട് ചെയ്യണം, ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഇവിടെ നാസിക്കില് അഫൂസ് മാങ്ങ കിട്ടും, ഭയങ്കര വിലയാണ്, കിലോയ്ക്ക് 800 രൂപ 1000 രൂപ. അഫൂസ് മാങ്ങ, രത്നഗിരി അഫൂസ് എന്ന് പറയും. എനിക്കൊന്ന് മലയാളത്തിൽ മൽഗോവ എന്ന് പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക, അതിൽ 4 മാങ്ങ 1 കിലോ 800 റുപ്പീസ് നിങ്ങൾ വാങ്ങിച്ചിട്ട് വന്നു. അതിലൊരു മാങ്ങ എടുത്തു, അതിനകത്ത് ചെറിയൊരു സ്പോട്ട്, ഒരു കറുത്ത സ്പോട്ട്. എന്ത് ചെയ്യും? ആ സ്പോട്ട് ചെത്തിക്കളഞ്ഞിട്ട് ബാക്കി കഴിക്കുവോ, അതോ മാങ്ങ മൊത്തം എടുത്തു കളയുമോ? ആരെങ്കിലും എന്റെ ഉത്തരം പറയാമോ? ആരെങ്കിലും പറ. ഹലോ, ആരെങ്കിലും അൺമ്യൂട്ടിട്ട് പറ, ഞാൻ ഒന്നുകൂടെ ചെയ്യാം. ചെത്തി കളഞ്ഞിട്ട് കഴിക്കും. തീർച്ചയായിട്ടും. കാരണം അത് നമുക്ക് ഒത്തിരി വിലപ്പെട്ടതാണ്. ഒരു മാങ്ങയ്ക്ക് 200 റുപ്പീസ് ആണ്. ശരിയല്ലേ? അതെ അതെ. വീട്ടിൽ നമ്മൾ ചുമ്മാതെ 300 മാങ്ങ ആണെങ്കിൽ അതെടുത്ത് കളഞ്ഞിട്ട് വേറെ പറിക്കും. ഇവൻ പണ്ട് കാലത്ത് 300 മാങ്ങ ഒരു കാക്ക കുത്തിയാലും അത് ചെത്തിക്കളഞ്ഞ് നമ്മൾ കഴിക്കുമായിരുന്നു. ഇവിടെ എന്തുകൊണ്ടെന്നാൽ ആ മാങ്ങ നമ്മൾക്ക് പ്രിയപ്പെട്ടതാണ്. നമ്മളുടെ ജീവിതത്തിൽ ഓരോ വൈഷ്ണവരും പ്രിയപ്പെട്ടവരാണ്. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബ്ലാക്ക് സ്പോട്ട് കണ്ടു കഴിഞ്ഞാൽ അത് ആ പ്രകാരം മാങ്ങ ചെത്തി കളഞ്ഞിട്ട് നല്ല ഭാഗം കഴിക്കുന്നു, അതേപോലെ ആ ബ്ലാക്ക് സ്പോട്ട് കളഞ്ഞിട്ട് അവിടെ നല്ലതിനെ മാത്രം നമ്മൾ സ്വീകരിക്കണം. ഈ ഭൗതിക ലോകത്തിൽ കുറ്റമറ്റതായിട്ട് ആരുമില്ല. കാരണം നമ്മൾ നമ്മൾ പ്രകൃതിയുടെ 3 ഗുണത്തിന് അധീനമാണ്, മായയ്ക്ക് അധീനമാണ്. കുറ്റമറ്റതായിരുന്നു നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ കാണത്തില്ലായിരുന്നു. ഇവിടെ ഓരോ വ്യക്തിക്കും കുറ്റമുണ്ട്. അപ്പൊ നമ്മൾ കുറ്റമല്ല നോക്കേണ്ടത്, ആ കുറ്റം എപ്രകാരം ഒരു മാമ്പഴത്തിന്റെ ബ്ലാക്ക് സ്പോട്ട് ചെത്തിക്കളഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്നു, ആ മാമ്പഴത്തിനേക്കാൾ എത്രയോ കോടി ഇരട്ടി വിലയുള്ളതാണ് ഓരോ വൈഷ്ണവിയും. ദയവ് ചെയ്ത് ആധ്യാത്മിക ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഓരോ വ്യക്തിയിൽ എന്തെങ്കിലും കുറ്റം കാണും നിങ്ങൾക്ക് തോന്നിക്കഴിയണം, ഇത് അല്ല, ആ വ്യക്തിയിലെ നല്ലത് മാത്രം നോക്കുക, അത് മാത്രം സ്വീകരിക്കുക. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് നിർത്താം. ഹരേ കൃഷ്ണ. 19ാമത്തെ ശ്ലോകമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ആർക്കെന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. പ്രഭുജി. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ